ഹായ് മച്ചന്മാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കണ്ടിന്യൂസ് ആയി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലത്തെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫേമസ് ഗെയിമിങ് എക്സ്പോസ് ചെയ്യുന്ന അക്ഷയനെ വീഡിയോ കാര്യങ്ങൾ. ആ വീഡിയോക്കകത്ത് കുറേ പേര് അക്ഷയ് ഹാക്കല്ല, അതിൽ കുറേ പേര് അക്ഷയൻ്റെ ഹേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ അക്ഷയ് ഹാക്കറാണ്, ബാനിലാണ്, അതുകൊണ്ടാണ് അവൻ്റെ ടീംമേറ്റ്സ് കാര്യങ്ങളൊക്കെ ബാൻ കിട്ടിയത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ചെറിയ യൂട്യൂബറിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബെല്ലറയിൽ ഇപ്പോൾ കമൻറ്റ് സെക്ഷനൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇഷ്ടംപോലെ കമൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മോസ്റ്റ്ലി സപ്പോർട്ടേഴ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു, പിന്നെ കുറച്ച് ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബെല്ലറെ തന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അക്ഷയ് ഹാക്കൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്ക്രീനിനകത്ത് പോയി ഇട്ടിട്ടുണ്ട്, കാണാൻ പറ്റുന്നതായിരിക്കും. ഇത് തീർന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പിന്നടിച്ച് വെച്ചിട്ടുണ്ട്. ആരും അവിടെ കയറിയ മറ്റേ ഫേമസ് ഗെയിം ബെല്ലരേൻ്റെ ചാനലിനകത്ത് കയറിയിട്ട് അവിടെ കയറിയൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ സത്യാവസ്ഥ അറിഞ്ഞിട്ട് നോക്കുക. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടിട്ട് നോക്കിയപ്പോൾ ഒന്ന് ഇട്ടെന്നേ ഉള്ളൂ. ഓക്കെ, എന്താ സത്യാവസ്ഥ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇട്ടെന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ അത് പറഞ്ഞപ്പോൾ ഫുൾ വീഡിയോ ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ പ്ലേ ചെയ്ത് കാണിക്കാവുന്നതാണ്. ഫാസ്റ്റ് ആയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഹാക്കിന്റെ വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്ത സമയത്ത് കുറെ പേര് അക്ഷയ് AK7ന്റെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല അക്ഷയ് AK7 ഹാക്കറാണ്, അക്ഷയ് AK7 ഈ സാധനം വെച്ചിട്ടാണ് കളിക്കുന്നത്. ഓക്കെ, പിന്നെ എല്ലാവരും എന്തിനാണ് അക്ഷയ് AK7നെ മെൻഷൻ ആക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ആ ഒരു വീഡിയോ കണ്ടിട്ട് ആരും പുള്ളിനെ പോയിട്ട് പാനൽ അത് ഇത് കണ്ട് തെറി പറയാൻ നിൽക്കരുത്. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ഒരിക്കലും പറഞ്ഞിട്ടില്ല അക്ഷയ് പാനലാണെന്നുള്ളത്. ഈ ഒരു സീനും പറഞ്ഞിട്ട് പുള്ളി എന്നെ ഡിസ്കോഡിൽ കോൺടാക്ട് ചെയ്തിരുന്നു. ഓക്കെ, കോൺടാക്ട് ചെയ്തിട്ട് പുള്ളി എൻ്റെ അടുത്ത് ലൈവിൽ കുറെ തെറി പറഞ്ഞായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആ സംഭവം അറിഞ്ഞിട്ട് പോലും ഇല്ല പുള്ളി എന്നെ ലൈവിൽ തെറി പറഞ്ഞത്. എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയരുത്, ഞാൻ നിന്നെ ലൈവിൽ കുറെ ആവശ്യമില്ലാത്ത പറഞ്ഞത്, അതിനൊക്കെ പുള്ളിൻ്റെ സോറി പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ ആ ഒരു കാര്യം അത്ര കാര്യമൊക്കെ എടുത്തില്ല. പിന്നെ പുള്ളി പറഞ്ഞു അത് സീരിയസ് ആക്കൊന്നും വേണ്ട, അത് അപ്പോഴത്തെ ഒരു ഇതിൽ പറഞ്ഞു പോയതാണെന്നുള്ളത്. ഓക്കെ, അക്ഷയുടെ ഗെയിം പ്ലേ കണ്ടിട്ട് എനിക്ക് പാനലായിട്ട് തോന്നിയില്ല. അതായത് സ്വിച്ച് ചെയ്യുമ്പോൾ ആനിമേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ഗെയിം പ്ലേ മൊത്തം എടുത്ത് നോക്കിയായിരുന്നു. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് എക്സ്പോസ് ചെയ്യുന്ന വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തായിരുന്നു. പിന്നെ വേറെ കുറെ പേര് നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചായിരുന്നു, എന്താ ബ്രോ അക്ഷയ് ബ്രോനെ അത്രയും പറഞ്ഞതല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് തിരിച്ച് വള്ളി പിടിക്കാൻ പോകാത്തെന്നുള്ളത്. ഓക്കെ, പണ്ടത്തെ വെല്ലാരല്ല ഇപ്പോഴത്തെ വെല്ലാര ആരുടെ അടുത്ത് വള്ളി പിടിക്കാൻ പോകുന്നില്ല. ഞാൻ എന്തുകൊണ്ടാണ് അക്ഷയ് ഫെയർ ആണെന്ന് പറഞ്ഞത്, ആരാണ് എൻ്റെ ഹാക്ക് വാങ്ങിക്കൊണ്ടത്, ആരൊക്കെയാണ് കമ്മ്യൂണിറ്റിയിൽ പാനൽ യൂസ് ചെയ്ത് കളിക്കുന്നത്, കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവരും ചാനൽ മസ്റ്റായിട്ട് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫേമസ് ഗെയിമിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി ആരും അവിടെ കയറി അതും ഇതൊന്നും പറയാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക്. ഓക്കെ, പുള്ളിക്കാരൻ ജസ്റ്റ് ആരാന്നത് നിങ്ങൾക്ക് സത്യാവസ്ഥ ആരാണെന്നത് മേടിച്ചിട്ട് പോയ പാനൽ മേടിച്ച ആരാന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇടുന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. പിന്നെ അക്ഷയൻ്റെ ID അങ്ങനെ ബ്ലാക്ക് ലിസ്റ്റ് കാര്യങ്ങളായി നിന്ന് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അക്ഷയൻ്റെ ID വന്നാൽ അതൊന്നും BD സെർവറിനകത്ത് കളിച്ചുകൊണ്ടാണ്. BD സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ കുറച്ച് ഇതൊക്കെയാണ്, അതുകൊണ്ട് മോസ്റ്റ്ലി അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ബാൻ ആവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റേ അൺഗ്രാജുവേറ്റ് ഗെയിമർ റാങ്ക് പുഷ് ചെയ്യുന്നത് മറ്റേ റീജൻ ടോപ്പ് പ്ലെയറാണ്. റീജിയനകത്തൊക്കെ റാങ്ക് ഡെയിലി ഒക്കെ പുഷ് ചെയ്യുന്നുണ്ട്. VBAT ഒക്കെ ആയിരുന്നു, അതന്നെ ബ്ലാക്ക് ലിസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ആവുന്നുണ്ട്. മിക്ക യൂട്യൂബേഴ്സിൻ്റെ ഐഡിയ ബ്ലാക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അതുപോലെ പിന്നെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അക്ഷയൻ്റെ ലൈവ് നോക്കിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് സ്ക്രിപ്റ്റിനകത്ത് അതുപോലെ കുറേ പേര് ആ ഒരു അക്കൗണ്ടിനകത്ത് കളിക്കേണ്ടായിരുന്നു, ഒരു ബോട്ട് അക്കൗണ്ടിനകത്ത്. അത് പുതിയൊരു അക്കൗണ്ട് ആയതുകൊണ്ട് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് സോൺ പുഷ് ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ അക്കൗണ്ട് ആ ഗിൽഡിനകത്തുള്ള കുറച്ച് പേർക്ക് ഉണ്ടായിരുന്നു, കുറച്ചധികം മിക്ക ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ കളിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ കുറേ റിപ്പോർട്ട് വന്നതുകൊണ്ടായിരിക്കും അതിനുള്ള ടീമിൽ കളിച്ച എല്ലാവർക്കും ബ്ലാക്ക് ലിസ്റ്റ് കിട്ടാൻ ചാൻസ്. ഓക്കെ, അല്ലാതെ ഇങ്ങനെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്ക് ആയിരിക്കാം. നിങ്ങളുടെ എന്താ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. എന്തുകൊണ്ട് ബ്ലാക്ക് ലിസ്റ്റ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ അക്ഷയ എന്തായാലും നമുക്ക് ഗറീനൊരു മെയിൽ കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് റിപ്ലൈ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പെട്ടെന്ന് തന്നെ അക്ഷയൻ്റെ ചാനലിനകത്ത് കയറി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇനി ഈ ഒരു കാര്യമായിട്ട് നിങ്ങൾ പ്രശ്നമൊന്നും പ്രശ്നമാവരുതെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും. പുള്ളിക്കാരൻ കമൻറ്റ് ഇടാൻ പുതിയൊരു വീഡിയോ നോക്കിയത് പെട്ടെന്ന് തന്നെ അപ്പം ഞാൻ ഇട്ടത്. കാരണം അതിനകത്ത് കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഹേറ്റേഴ്സും അതുപോലെ സപ്പോർട്ടേഴ്സ് കാര്യങ്ങളൊക്കെ. അതാണ് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്.